ഗിറ്റാർ വായിക്കുന്നത് വായിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഇട്ടോ? നമുക്ക് എല്ലാവർക്കും ഒരു രാജകുമാരനും രാജകുമാരിയൊക്കെ നമ്മുടെ ഇമാജിനറി വേൾഡിലെങ്കിലും കാണുമല്ലോ. സോ നിങ്ങൾ നിങ്ങളുടെ രാജകുമാരനോ അല്ലെങ്കിൽ രാജകുമാരനോ രാജകുമാരിയൊക്കെ ആക്കാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ആൾക്ക് ഈ പാട്ട് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? വായോ. ആ വായോ നല്ല രസം ഉണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോയിൽ നോട്ട് ചെയ്തിരുന്നേ. എപ്പോഴും വായോ പറയുന്നത് കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. പ്രേമയാമങ്ങളിൽ ഇരു ഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസ്സിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റ വഴി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടത്. റിയാക്ഷനിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയമായി. നമ്മൾ കുറേ പേരോട് ചോദിച്ചു ഒരു ഓപ്പർച്യൂണിറ്റി തരാമോ, നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാമോ, നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ ഇപ്പൊ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാമോ എന്റെ അടുത്തോട്ട് വന്ന് തിരിച്ചു വരുന്നുണ്ട്. പറയുന്നില്ല. പാട്ടായിരുന്നു ഷെബിന്റെ കൊടുത്ത് ഷെബിൻ റിയാക്ട് ചെയ്ത്. ഷെബിൻ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ്. അത് ഒരു മന്തിക്കുള്ളത് തന്നിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇതിന് ശേഷം ആരെങ്കിലും വല്ല നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവ് മാത്രം. അവിടെ വന്നേലും പറയും, ഞങ്ങൾ മൈൻഡ് ആക്കാറില്ല ആക്ച്വലി. അതെ, ചെറിയ കോപ്പി പേസ്റ്റ് കൊച്ചു പിള്ളേരാ ഒരു 4-5 പഠിക്കുന്ന പിള്ളേരൊക്കെ ഇരിക്കും. 5ാം ക്ലാസ്സിലൊക്കെ ലൈവിൽ കയറും അവരൊക്കെ. ലൈവില് കമന്റ് സെക്ഷനില് ചാറ്റിൽ വന്നിട്ട് ഇങ്ങനെ ബാഡ് വേർഡ്സ്. എന്റെ വീഡിയോ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നോക്കുമ്പോ ഇവന് ഞാൻ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പിന്നെ കണ്ടിട്ടുള്ള ഒരാളാണെന്ന് വെച്ച് പിന്നെ ഇപ്പൊ എന്റെ പാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ, കൊള്ളാടാ അടിപൊളി പാടണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ ആരും റിയാക്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ആയിട്ടാണ് അങ്ങോട്ട് റിയാക്ട് ചെയ്തേക്കുന്നത്. നമ്മള് മെസ്സേജ് അയച്ച് അങ്ങനെ ലൈവില് കയറി പാട്ട് പാടി, പിന്നെ ലൈവില് എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. അങ്ങനെ എല്ലാരും കൂടെ പാടാവോ? ടീമായിട്ട് പാടാവോ പാട്ട്? എന്തെങ്കിലും ഒരു പാട്ട് പാടും. ഗിറ്റാർ പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് പാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്സ്. ഇറ്റ് മീ ശില്പ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ഫുൾ വൈബായിട്ടുള്ള കുറച്ച് പിള്ളേരാണ്, ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവരുടെ ഒരു വീഡിയോ നിർബന്ധ. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അംജു, ബിയ, ഷെബിൻ, പ്രണവ്, റോഷൻ. ഓക്കെ, ഞാൻ തെറ്റിക്കാതെ പറഞ്ഞിട്ടുണ്ട്, അതിന് എനിക്ക് തന്നെ കയ്യടി വേണം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഒറ്റവാക്കിലൊന്നും നിർത്തിക്കൂടാ. നിങ്ങളെങ്ങനെ കണക്ട് ആയേ? മീൻസ് എല്ലാവരും ഒരുമിച്ച് പഠിച്ചാണോ? അല്ല, പിന്നെ എങ്ങനെ സെറ്റായി? അത് എന്താ പറയാ, ഞങ്ങൾ ഇൻസ്റ്റ വഴി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടത്. റിയാക്ഷനിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയമായി. ഇവൻ എനിക്കൊരു വീഡിയോ ഫസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്ത് ചോദിച്ചു, ഒരു വീഡിയോ റിയാക്ട് ചെയ്യാന്ന് ചോദിച്ചു. സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിച്ച് നല്ലൊരു കമ്പനിയായി. അത് കഴിഞ്ഞപ്പോഴത്തേന് റോഷൻ കിട്ടി. റോഷൻ വന്നപ്പോഴത്തേന് ആദ്യം കിട്ടിയത് അംജുനെ കിട്ടി. അതിന് ഞങ്ങളുടെ വേറെ 3 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. പക്ഷെ ഒരാൾക്ക് വരാൻ പറ്റിയില്ല, അവർക്ക് ചെറിയൊരു വയ്യാഴിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. മെന്റലിസ്റ്റ് ആണ് പുള്ളിക്കാരി. പിന്നെ ദേവിക എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്. പിന്നെ ഡിക്രു മറ്റേ ബമ്പർ ചില്ലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരന് വരാൻ പറ്റിയിട്ടില്ല, പുള്ളിക്കാരൻ ഇപ്പം ഷൂട്ടായിട്ട് പുള്ളി പോയേക്കുക. അപ്പോൾ അംജുവിനെ കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഷനെ കിട്ടി. അങ്ങനെ ഒരു ടൈം ഇരിക്കാൻ നേരത്തെ എനിക്ക് ബിയെ കിട്ടി. എല്ലാവരും നിന്റെ സർക്കിളിൽ കണക്ട് ആയതാണല്ലേ? പ്രണവിനെ കിട്ടി. ഈ ആദ്യം കിട്ടിയത് അംജുനെ. ഓക്കെ, അവന് വെറുതെ നാണം വരുവാ? എന്താണ് എന്ത് വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ? സോങ് റിയാക്ഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. ചില പാട്ട് പാടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം പാട്ട് പാടാൻ വേണ്ടി ഇപ്പം ഒത്തിരി പിള്ളേർ പാട്ട് പാടുന്നവരുണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനായിട്ടില്ല. അപ്പം നമ്മളായിട്ട് തന്നെ റിയാക്ഷൻ തുടങ്ങി. നമുക്കൊന്നും അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നമ്മളായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പിള്ളേർ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ നോക്കിയിട്ട് തീരുന്നുമില്ല, അതുപോലെ വരുന്നുണ്ട്. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എന്റെ ചെയ്യാവുന്ന കമന്റ്സ്. ഇപ്പൊ എന്നെ വിളിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോസ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോസ് എടുക്കാറുള്ളൂ. അങ്ങനെയാണ് എനിക്ക് അംജുനെ കിട്ടി. ഇങ്ങനെ കണക്ട് ആയി എല്ലാവരും. അവന്റെ പാട്ടായിരുന്നോ? അവന്റെ പാട്ടായിരുന്നു. പാടിക്കാ പാട്ട് ഏതാ? അത് മിക്സ് ആയിരുന്നു. ആശപ്പ്, അനുരാഗോചന, അത് ഇവനും എന്റെ ഫ്രണ്ട്സ് കൂടെ പാടിയ. അത് അവനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ച്. അത് മറ്റേ ഫസ്റ്റ് ഞാൻ ഇട്ട വീഡിയോക്ക് എത്ര കുറവുള്ളായിരുന്നു, ഇവനിട്ടത് അതിന് റീച്ച് ആയി. നമ്മളിപ്പോ ഇടുന്ന വീഡിയോസിനെല്ലാം റീച്ച് പോകുന്നുണ്ട്. നല്ല റീച്ചും അത്യാവശ്യം ഫോളോവേഴ്സും കയറി വരുന്നുണ്ട്. ഇപ്പൊ റിയാക്ഷൻ ചെയ്യാന്നുള്ള ഐഡിയ എങ്ങനെ വന്നേ? റിയാക്ഷൻ ചെയ്യാന്ന് വെച്ചാല് എനിക്ക് ഇൻഫ്ലുവൻസർ ആവണം
നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ കുറേ പേരോട് ചോദിച്ചു ഒരു ഓപ്പർച്യൂണിറ്റി തരാമോ, നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാമോ, നമ്മൾ അങ്ങോട്ട് ചോദിച്ചവർ ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്റെ അടുത്തോട്ട് വന്ന് തിരിച്ചു വരുന്നുണ്ട്. എന്ന് പറയുന്നില്ല, ഇങ്ങനെ നമുക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അങ്ങനെ ആരും സപ്പോർട്ടും ചെയ്തു. ഞങ്ങൾ കുറേ കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് നോക്കി, ഒത്തെന്ന് വെച്ചാൽ റീച്ച് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു ഒരു ഇതില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബ്രയൻ എന്നവർ. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാട്ട് ഇങ്ങനെ ജസ്റ്റ് കേട്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്തു. അത് റിയാക്ട് ചെയ്തപ്പോൾ അവർക്ക് വേണ്ട 50,000 വ്യൂസ് ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ ഇട്ടപ്പോൾ തന്നെ 85,000-ഓളം വ്യൂ ആയി. പിന്നെ ഡെയിലി അപ്പോൾ നമുക്ക് സോങ് ഭയങ്കര ഇഷ്ടം ഒരാളെ പാട്ടും പാടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു. പാട്ട് പാടുന്നവരെ മാത്രം റിയാക്ഷൻ ചെയ്തു തുടങ്ങി. ആ റിയാക്ഷൻ ഇട്ടിട്ട് വന്നപ്പോഴത്തേന് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു സിംഗറിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി ഇട്ടപ്പോൾ പുള്ളിക്കാരൻ്റെ 700K ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇട്ടു വൈകിട്ടായപ്പോൾ 1 മില്യൺ അടിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് 2 മില്യൺ, നമുക്കിപ്പോൾ 5 മില്യൺ ആയി. നല്ല റീച്ചിലോട്ട് എത്തി. പിന്നെ കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ നിന്നായി അങ്ങ് ഇപ്പം എവിടുന്നൊക്കെ വരുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല രീതി വരുന്നുണ്ട്. നമുക്ക് ഇവരെ കിട്ടാത്തപ്പോൾ എന്നെ വിളിക്കുന്ന ഇവരെ നമ്മള് ലിസ്റ്റുള്ള നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത്ര സർക്കിൾ നമ്മൾ ഒത്തിരി ആൾക്കാരില്ല, നമ്മളൊരു 7-8 പേരേ ഉള്ളൂ മൊത്തം. 8 പേര്. അപ്പം നമ്മൾ 8 പേരെ കോണ്ടാക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വീഡിയോസ് നമ്മുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. നമുക്ക് 8 പേർക്കും കൂടിയിട്ട് വല്ല ഗ്രൂപ്പോ ഉണ്ട്. ഒരു PFU എന്ന് പറഞ്ഞ ഒരു ബാൻഡ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതും നമ്മളിപ്പം സെലക്ട് നമ്മുടെ ലൈവിലൊക്കെ വന്ന് പാടാൻ വേണ്ടി നമ്മൾ പിള്ളേർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാടുന്ന നല്ലൊരു നമുക്ക് തോന്നുന്നവരും നല്ല രീതിയിൽ പാടുന്നവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. PFU എന്നാണ്, അതായത് പ്ലാറ്റ്ഫോം ഫോർ യു എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, കൊള്ളാം. നല്ലതാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചോദിച്ചത് എങ്ങനെയായിരുന്നു നിങ്ങൾ കണക്ട് ആയിരുന്നത്. അതിന് മുന്നേ ഓരോരുത്തരെ പരിചയപ്പെട്ട് തുടങ്ങി. എനിക്ക് ജസ്റ്റ് പേര് മാത്രമേ അറിയുള്ളൂ, എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. തുടങ്ങ്. എന്ത് പറഞ്ഞാലാ പേര് പറഞ്ഞാൽ എൻ്റെ പേര് അംജു നിസാം എന്നാണ് പ്രോപ്പർ നെയിം. അപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് പബ്ലിക് പോയി റിയാക്ട് ചാലഞ്ചസ്, പിന്നെ വ്ളോഗിങ്, പിന്നെ പാട്ടായിരുന്നു ഷെബിന്റെ കൊടുത്ത് ഷെബിൻ റിയാക്ട് ചെയ്ത്. ഷെബിൻ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. അല്ല, പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഞാനിപ്പം കറന്റിലിപ്പം പഠിച്ചോണ്ടിരിക്കുക BBA ചെയ്തോണ്ടിരിക്കുക. പിന്നെ അത് വഴിയാണ് റോഷൻ ബ്രോ വന്നത്. ഷെബിൻ വഴി കണക്ട് ആയി റോഷൻ ബ്രോ ഒരു ഇന്റർവ്യൂ വിളിച്ചു. അങ്ങനെ റോഷൻ ബ്രോ ആയിട്ട് നല്ലൊരു ബോണ്ടായി. എല്ലാവരുമായിട്ട് ഒറ്റൊരു ബോണ്ടാ, ഒരു വൈബാ. അതുകൊണ്ട് ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട്. പിന്നെ പ്രണവ് ബ്രോ ആയാലും ചേച്ചി ആയാലും ഒക്കെ പ്രണവറുടെ പാട്ടൊക്കെ കേട്ട് ഉറങ്ങുന്നപ്പോ വീട്ടില് വല്യാപ്പ വരാം. കുറിച്ച് പറയുകയാണെ, എന്റെ പേര് BROC. നഴ്സിംഗ് ആയിരുന്നു, കഴിഞ്ഞു. ക്രിയേറ്റിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്നു. പാട്ട് ഡാൻസ്. ഇനി എന്താ ഫോക്കസ് ചെയ്യുന്നത്? നഴ്സിംഗ് ആണോ അതോ മ്യൂസിക് ആണോ? നോക്കുന്നുണ്ട്, അതിന്റെ കൂടെ കണ്ടന്റ് ക്രിയേഷൻസും. ഓക്കെ, ഷെബിൻ ഓൾമോസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഞാൻ +2 വരെ പഠിച്ചു. അതിനുശേഷം വെളിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കമ്പനി HR ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. HR ആണല്ലേ? അപ്പോൾ ലൈക്ക് അത് പർച്ചേസ് ആൻഡ് HR ഫീൽഡിലായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വർക്ക് അറ്റ് ഹോം ഇട്ട് നാട്ടിലോട്ട് തന്നെ ആയി. എനിക്ക് മൂന്ന് കുഴപ്പമില്ല, സെറ്റാണ്, സമാധാനമുണ്ട്. ഞാൻ മറ്റേ ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോഡ്കാസ്റ്റ് ആയാലും ഇന്റർവ്യൂ, പിന്നെ എൻ്റെ കൂട്ടത്തിൽ വ്ളോഗിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോകും. പോഡ്കാസ്റ്റ് എന്നുള്ള ഐഡിയ ഇവിടെ നിന്ന് കിട്ടിയേ? പോഡ്കാസ്റ്റ് ആക്ച്വലി ഇപ്പോഴത് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പേ എൻ്റെ മനസ്സിൽ ഈ എബ്രോഡുള്ള ഷോസും പരിപാടിയൊക്കെ കാണുന്ന ടൈമിൽ പോഡ്കാസ്റ്റ് കൊണ്ടുവരണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതിനൊരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ള ഫീൽ വന്നു. പിന്നെ അത് തുടങ്ങാനായിട്ട് കുറച്ച് ഫിനാൻഷ്യലി കുറച്ചൊക്കെ ഇത് വേണമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യം ഫുള്ള് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് ഞാൻ തന്നെയാണ് ഹോസ്റ്റിംഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആളിനെ വിളിക്കുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 1 man ഷോ പരിപാടിയായിരുന്നു ഫുള്ള്. ഇപ്പൊ പിന്നെ എനിക്കൊരു പാർട്ട്ണറിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും അതിനകത്ത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുണ്ട്. അതിന് ഇവന്മാരുമായിട്ട് ഇപ്പം കണക്ഷൻ വന്നതെന്ന് വെച്ചാല്, ആദ്യം ഞാൻ ഷെബിനെയും അതേപോലെ അംജു, ഡിക്കറും, ഇവരെ 3 പേരെയും വെച്ചിട്ട് ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ദേവ് വന്നില്ല. അപ്പൊ ഇവരെ വെച്ചിട്ട് ഞാൻ ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവരുമായിട്ട് കണക്ട് ആയതാണ്. ഇവരുടെ പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ട്, ഇവരുടെ ഒരു പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണക്ട് ആയി. പിന്നെ അവരുടെ ടീമിലായി. ഇവരിന്റെ ഏകദേശം ഒരു നാട്ടുകാരനെന്ന് പറയാം. ഞങ്ങൾ ഒരു അടുത്ത ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ആയി. പിന്നെ ഞങ്ങൾ അങ്ങനെ സ്ഥിരം വിളി, അങ്ങനെ ലൈവിലെല്ലാവരും ഇപ്പം ഇതിനകത്തിരിക്കുന്ന എല്ലാവരും കൂടുതലും പേര് ജോയിൻ ചെയ്തേക്കും. ഇപ്പൊ പ്രണവിനെ ആണെങ്കിലും ബിയനെ ആണെങ്കിലും എല്ലാം കണക്ട് ചെയ്തേക്കുന്നത് ലൈവ് ത്രൂ. നമ്മള് വൈറ്റ് എല്ലാ ദിവസവും ലൈവ് പോകും ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ലൈവ് ത്രൂ കണക്ട് ചെയ്തേക്കുന്നത്. സോ ഞാൻ പ്രണവ്. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് സദർലാൻഡ് കമ്പനിയിൽ, നമ്മുടെ കാക്കനാട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ ഞാൻ ഇതേപോലെ ലോക്ക്ഡൌൺ സമയത്ത് ഗിറ്റാർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സെൽഫ് തോട്ടായിട്ട് ഇങ്ങനെ പഠിച്ചു വന്നതാ. ഞാൻ ക്ലാസിക്കൽ സിംഗർ ആയിരുന്നു ചെറുപ്പത്തിൽ തൊട്ടിട്ട്. അപ്പൊ ഗിറ്റാർ പഠിച്ച് അപ്പൊ ലോക്ക്ഡൌൺ സമയത്തോട്ട് ഞാൻ റീലിടും. ഞാൻ അതായത് ലോക്ക്ഡൌൺ ആ സമയത്തോട്ട് ഇപ്പൊ ഒരു 5 കൊല്ലത്തിനടുത്തായില്ലേ, അത്രയും സമയം ഞാൻ റീലിട്ടോണ്ടേ ഇരിക്കുന്നുണ്ട്. അന്നൊരു റീച്ചും ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ ഞാൻ ഐഫോൺ എടുത്ത് വർക്ക് ചെയ്തിട്ട് അപ്പൊ അതില് കുറച്ച് റീലിട്ടപ്പോ 1-2 റീല് ക്ലിക്കായി തുടങ്ങി. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോ ഏതൊരു പുള്ളി ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അതെ, പിന്നെ അങ്ങനെ 1-2 വീഡിയോ റിയാക്ട് ചെയ്ത് അതും നല്ലോണം റീച്ചായി. അങ്ങനെ ലൈവിൽ കയറി ഒരു ദിവസം ഞാൻ പാട്ട് പാടി. പിന്നെ ഇപ്പൊ ഒരു ലൈവില് സ്ഥിരം ആയിട്ട് കയറുന്നു. ഞാൻ ഇങ്ങനെ ഇവരുടെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ നടക്കുന്നു, പ്രണവേ ഒരു പാട്ട് പാടാ, അങ്ങനെ പാട്ട് പാടുന്നു. അങ്ങനത്തെ ഒരു സ്ഥിരം പാട്ടുകാരൻ വൈബായപ്പോ ഇങ്ങനെ. ആദ്യമായിട്ട് ഷെബിൻ മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നോക്കുമ്പോ ഇവന് ഞാൻ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പിന്നെ കണ്ടിട്ടുള്ള ഒരാളാണെന്ന് വെച്ച് പിന്നെ ഇപ്പൊ എന്റെ പാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ, അവിടെ കൊള്ളാടാ ഇവന് അടികൊണ്ട് പാടണ്ടല്ലേ എന്നൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ ആരും റിയാക്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ആയിട്ടാണ് അങ്ങോട്ട് റിയാക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പൊ തന്നെ പിന്നെ അങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തിയത്. അങ്ങനെ സംസാരിച്ച് നമ്മള് മെസ്സേജ് അയച്ച് അങ്ങനെ ലൈവില് കയറി പാട്ട് പാടി. പിന്നെ ലൈവില് എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. അങ്ങനെ കമ്പനി. ഓക്കെ, ഷെബിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോ ഫുൾ എക്സ്പ്രഷനാണ് അവന്റെ മെയിൻ ഇരിക്കുന്നത്. നോർമലി ഇങ്ങനെ തന്നെയാണോ? ഞാൻ നോർമലി ഇരിക്കുന്ന പോലെ തന്നെയാണ്. അല്ല എക്സ്ട്രാ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി അവൻ അവിടെ അല്ലാന്നാണോ കാണിക്കുന്നത്? അല്ല അവന് എക്സ്പ്രഷൻ ഇടും. ഇങ്ങനെ ഭാവേ നമുക്ക് ഞാൻ അറിയാൻ പറയട്ടെ, ഞാൻ എങ്ങനെയാണോ നോർമലി അതുപോലെ തന്നെ ആയിരിക്കും വീഡിയോ. അല്ലാതെ ഞാൻ പഠിച്ച് അങ്ങനത്തെ സംഭവം ഇല്ല, ഞങ്ങളുടെ പറ്റത്തില്ല. അങ്ങനെ ഞാൻ നോർമലി ഇവരുടെ അടുത്ത് എങ്ങനെയാണോ അതേപോലെ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു സെയിം സാധനം. അല്ലാതെ ഞാൻ ഒറ്റ ടേക്കേ ഉള്ളൂ, എല്ലാ വീഡിയോസും ഒറ്റ ടേക്കില്ല. അല്ലാതെ 2-3 ഷൂട്ട് ഒന്നും ഇല്ല, ഞങ്ങൾ പറ്റത്തില്ല. അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. കാര്യം വെച്ചാൽ എല്ലാം എനിക്ക് ഫേവറേറ്റ് ആണ്. പാട്ട് പാടില്ലേ? പാട്ട് പാടും. എല്ലാരും കൂടെ പാടാവോ? ടീമായിട്ട് പാടാവോ പാട്ട്? എന്തെങ്കിലും പാട്ട് പാടും. ഗിറ്റാർ സോ ഇപ്പൊ ചിലപ്പോ ഞാൻ ഒരു പരിപാടി ചിലപ്പോ ആള് വേറെ ഒരു ഓക്കെ നോക്കാം. പറഞ്ഞു അറിയാതെ നാട്ടിലാരുമേ അറിയാതെ, കാറ്റു പോലും അറിയാതെ, അവൾ പോലും അറിയാതെ മണിമാളിക ഓടിക്കേറിയതെന്തു കൊതിച്ചാണ്. അവളെ കാണണം, ഒരിക്കൽ കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ്. അവൾ ആരുടെ പെണ്ണാണ്? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിനു പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അന്നായഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. കൊള്ളാം കൊള്ളാം. ആദ്യമായിട്ട് ഒരുമിച്ച് പാടുന്നതെന്ന് തോന്നില്ല കേട്ടോ. കൊള്ളാം. ഇതില് പ്രണവിന്റെ തന്നെ ഫേവറേറ്റ് സോങ് ഏതാ മൊത്തത്തിൽ നീ ഇതുവരെ പാടിയിൽ വെച്ചിട്ട്? അതല്ല ടോട്ടൽ ഫേവറേറ്റ്. അവ അവന്റെ ഫേവറേറ്റ് പറയട്ടെ, കൺഫ്യൂഷൻ ആക്കല്ലേ. ആക്ച്വലി നമ്മളിപ്പോ ഞാൻ പെർഫോം ചെയ്യാറുണ്ട് ഈ പരിപാടിക്ക്. അപ്പൊ നമുക്ക് ഏറ്റവും ഒരു ഉറച്ചിക്കാൻ പറ്റില്ല, മൂഡ് പോലെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പത്തെ എന്റെ ഫേവറേറ്റ് ഏതാ? അതുകൊണ്ട് കണ്ണടിക്കട വിഴുമുന്നിൽ പൊന്നടിഞ്ഞതിരുന്നിയോ
പിന്നെ എന്നാലും തേനായി പറയില്ലേ എന്റെ കാത് പതിയെ നീ ഞാനല്ലേ നിന്മാരൻ നറുനില നില മിഴിയ നില നില മൊഴിയ നില നില മിഴിയ നില നില മൊഴിയ മൊഴിയും പിന്നിയരുതേ ഇനിയും ജന്മം Say my hero, you're my hero, say my hero, you're my hero, yeah, yeah. കൊള്ളാം. അവനെ അവിടെ എന്താ കാണിക്കണേ? മാറ്റം വന്നെന്ന് പറഞ്ഞു. വേറെ ലോകത്തൊക്കെ പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നി വരും ആണല്ലേ? പല സിറ്റുവേഷനിൽ പലരും. കൂട്ടത്തിലെ ഏറ്റവും കലിപ്പാര റോഷൻ ബ്രോ. ആണോ? ശരിക്കും മാത്രമേ പറയുന്നുള്ളൂ. ആണോ? ശരിക്കും ഞങ്ങളെല്ലാം അങ്ങനെ കലിപ്പത്തൊന്നുമില്ല. കലിപ്പത്തോ? അവർക്കൊന്നൂടെ പറഞ്ഞു. ഞങ്ങളുടെ ഒരാളുണ്ട് യദു എന്നാ പേര്. പുള്ളിക്കാരൻ ഇപ്പം ജർമ്മനിയിൽ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കും, വർക്കിംഗ് കൂടെ ചെയ്തോണ്ടിരിക്കും. പുള്ളിക്കാരൻ പുള്ളിക്കാരനായിരിക്കും. ഇതിന്റെ ബാക്കി കുറച്ച് 1-2 പേരും കൂടെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരനാണ് എല്ലാരെയും ഇപ്പൊ നമ്മുടെ ലൈവ് കഴിയുമ്പത്തിന് ചിലവന്മാർക്ക് ഇച്ചിരി ചൊറിച്ചിലൊക്കെ കേറിയിട്ട് 1-2 പേര് ഇറക്കി വരും. അപ്പോളെ പുള്ളിക്കാരൻ ഇപ്പൊ വരാവേ പറഞ്ഞ ഒരൊറ്റ വിടില്ല. അപ്പോളെ വിളിക്കും, പിന്നെ സോറി ഒന്നും അറിയത്തില്ല, വിളിക്കും. എന്നിട്ട് അവനെ ലൈവ് കയറ്റിയിട്ട് അവനോട് സോറി അറിയിച്ചിട്ട് എടുത്തോളൂ. കൊള്ളാലോ. ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇതിന് ശേഷം ആരെങ്കിലും വല്ല നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവ് മാത്രം. ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ചൊറിയാനായിട്ട് ചില ഈ ഫേക്ക് ഐഡീസ് എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനെ എവിടെ നോക്കിയാൽ നിങ്ങളെ കൂടെ എന്തെങ്കിലും കളിയാക്കി ഒരു സാധനം പറയും. ഇവരെന്നെ ലൈവിൽ കയറി വന്നത്. സോ എന്നിട്ട് അവിടെ എന്തെങ്കിലും പറയും. ഞങ്ങൾ മൈൻഡ് ആക്കാറില്ല ആക്ച്വലി. തെറിയിടാനായിട്ട് മാത്രം വരും. അതെ, തെറിങ്ങനെ കോപ്പി പേസ്റ്റ്. കൊച്ചു പിള്ളേരാ ഐഡിയ ഒക്കെ തപ്പിപ്പോകുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കും തെറിയിട്ട് വരും. ഒരു 4-5 പിടിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇതൊക്കെ വന്നിട്ട് സോറിയും പറയും. ലൈവിൽ കയറും അവരൊക്കെ. ലൈവില് കമന്റ് സെക്ഷനില് ചാറ്റിൽ വന്നിട്ട് ഇങ്ങനെ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഇതിൽ ആരുടെ ഒരാളുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നേ, പാട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ലൈൻസ് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കമന്റ് വന്നേക്കുന്നത് ഞാൻ അയച്ചു കൊടുത്തു, ഇപ്പൊ യൂസർന്ന് മാത്രമായി പോയി. അതാരായിരുന്നു? എന്റെ ഒരു റീലിൽ അങ്ങനെ വന്നായിരുന്നു. മറ്റേ എബ്രോഡുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനാണോ, അല്ല ക്രഷിന് അയച്ചു കൊടുക്കാനാന്ന് തോന്നുന്നു. ഓക്കെ, അതിന് മുന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അത് കുറെ നേരം ആലോചിച്ചിരുന്ന് സെറ്റ് ചെയ്യുന്നതാണോ? ഞാൻ ആക്ച്വലി പാട്ടെല്ലാം പാടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് രാത്രി 1 മണിക്ക് 2 മണിക്കായിരിക്കും. കാരണം അപ്പൊ എല്ലാരും വീട്ടിൽ ഉറങ്ങുമല്ലോ. അപ്പോഴായിരിക്കും എനിക്ക് എന്റെ ഐഡിയാസ് ഉണരുന്നത്. എന്നിട്ട് ആ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും ഉണരാറുണ്ടോ? കാരണം ഞാൻ മുറി കൂട്ടിയിടുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അവർക്ക് ഇത് അറിയുന്നത്. അപ്പം ഏതെങ്കിലും പാട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ എന്ത് വരുന്നു അത് അപ്പം തന്നെ അങ്ങ് പറയും. പക്ഷെ 4-5 ടേക്കോളം പോകും. ഡയലോഗ് സെയിം ആയിരിക്കും, പാട്ടൊരു 4-5 ടേക്കോളം പോകും. എന്നിട്ട് എടുക്കും. പിന്നെ പാട്ട് ഇപ്പം മനസ്സിൽ വരുമ്പോൾ ആ ഡയലോഗ് എന്ത് വരുന്നു അതിലങ്ങോട്ട് വിടും. ഓക്കെ, അങ്ങനെ സ്പോട്ടിൽ ഒരു സിറ്റുവേഷൻ പറയുകയാണെച്ചെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് ചെയ്യുന്നത്. രാത്രി 2 മണിയാണ് എന്റെ ടൈം. ഓക്കെ, എന്താ ഒരു സിറ്റുവേഷൻ കൊടുത്തേ? അല്ല, ഒരു പാട്ട് പറഞ്ഞാൽ സിറ്റുവേഷൻ ഒരു പാട്ട് കൊടുത്ത് പാടെടുത്ത സിറ്റുവേഷൻ അങ്ങനെ പ്രേമം ഇങ്ങനെ ഞാൻ വല്ല പാട്ടും പറഞ്ഞു. അവനോട് കുറച്ച് പ്രേമം ചോദിച്ചു. അവന് വേണ്ടി മാത്രം ഞാനൊരു സെക്ഷൻ ഒരു പാട്ട് പറയും, നല്ല ഫേമസ് ഉള്ള പാട്ടപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഴയ പാട്ട് എനിക്ക് പഴയ പാട്ട് ആലോചിക്കട്ടെ. നിങ്ങളുണ്ട് മറ്റേ സയ്യാവേ കണ്ണും കണ്ണും ഗിറ്റാർ വായിക്കുന്നത് വായിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഇട്ടോ? എനിക്ക് ആ ഇൻട്രോ കേൾക്കാനാ. എങ്ങനെ ഉണ്ടാവും? ഇൻട്രോ അല്ലേ? ഇടയ്ക്കത്തെ പോർഷൻ പണ്ടേ മതി സെറ്റ്. പേടിക്കണ്ട, ഇല്ലേ അവൻ പാടുന്നു. അടുത്ത നീയാ. എല്ലാവർക്കും ഓരോ രാജകുമാരനും രാജകുമാരിയൊക്കെ കാണാമല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രാജകുമാരൻ ഈ പാട്ട് ഷെയർ ചെയ്യും.
ഇനി രാജകുമാരന്മാരോ രാജകുമാരിമാരോ ഇല്ലാത്തവർ നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ രാജകുമാരനോ രാജകുമാരിയോ ആക്കാൻ കാത്തു വച്ചിരിക്കുന്ന ആൾക്ക് ഈ പാട്ട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യും. എന്റെ കൈയൊക്കെ ഉറങ്ങി. രാത്രി 2 മണിയല്ലാത്ത പ്രശ്നം. അല്ല, എനിക്ക് എന്റെ കണ്ണാടി ഉണ്ട്. ഞാൻ ആദ്യം കണ്ണാടി നോക്കിയാൽ ഇങ്ങനെ അഭിനയിക്കും പാട്ട്. ഞാൻ പാടുന്ന പാട്ട് ഞാൻ തന്നെ അഭിനയിക്കും. എന്നിട്ട് ഞാൻ സിറ്റുവേഷനിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഡെഡിക്കേഷൻ കണ്ട ഡയലോഗ് വരും. ആ ഡയലോഗ് ഞാൻ അങ്ങനെ ഈ പോയ ഡയലോഗ്സ് എല്ലാം അങ്ങ് പോയത്. അത് സത്യമായിട്ട് നേരത്തെ ഒക്കെ ഞാൻ പാട്ടൊക്കെ പാടുമ്പോൾ അത് എന്താ എന്റെ അക്കൗണ്ടിലുള്ളവരൊക്കെ തന്നെ ഈ ഇടയ്ക്ക് ഇട്ട ഒരു ഡയലോഗിനാ, സത്യം പറഞ്ഞത് പാട്ടിനെക്കാളുള്ള ഡയലോഗിനാട്ടോ പോയത്. ഇൻട്രോ കൊള്ളാം. അപ്പൊ എല്ലാരും പറയും, ഈ ചിലവരൊക്കെ വന്നിട്ട് പറയും ഇങ്ങനെ 200 ഫ്രണ്ട്സ് ഒന്നും അല്ല പറയും ആ ഡയലോഗ് പറഞ്ഞിട്ട് പാട്ട് പാടുമ്പോ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ടെന്ന്. അതെ അതെ അതെ. പണ്ടേതോ രാജ്യത്ത് തുടങ്ങിക്കോ. പാട്ടോ അത് ഒഴിവാക്കിയോ? പറയട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു രാജകുമാരനും രാജകുമാരിയൊക്കെ നമ്മുടെ ഇമാജിനറി വേൾഡിലെങ്കിലും കാണുമല്ലോ. സോ നിങ്ങൾ നിങ്ങളുടെ രാജകുമാരനോ അല്ലെങ്കിൽ രാജകുമാരിക്കോ അല്ലെങ്കിൽ രാജകുമാരനോ രാജകുമാരിയൊക്കെ ആക്കാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ആൾക്ക് ഈ പാട്ട് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? വായു. വായു നല്ല രസം ഉണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോയിൽ നോക്കിയിരുന്നേ. എപ്പോഴും വായു പറയുന്നത് കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. വെള്ളി വീണ ക്ഷമിക്കണം. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി. കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. പ്രേമയാമങ്ങളിൽ ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസിരുന്നു. നിങ്ങൾ നിങ്ങളുടെ രാജകുമാരൻ ഷെയർ. ഓ, എൻഡിങ് ഡയലോഗും ഉണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. പാടി കഴിഞ്ഞ് ശരിയാവും. ഇല്ല ഇല്ല, രസമുണ്ട് രസമുണ്ട്. അപ്പൊ ഈ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് വീട്ടുകാർ കാണില്ലേ? ഇതൊക്കെ രാത്രിയാണല്ലോ എടുക്കുന്നേ. അപ്പൊ പിറ്റത്തെ ദിവസം വീട്ടിലുള്ളവർ കാണുമ്പോ അവരുടെ റിയാക്ഷൻ എങ്ങനെയാ? നിനക്ക് ഉറക്കമില്ലേ? എനിക്ക് രാത്രി കറക്റ്റ് 8 മണിയാകുമ്പോ ഫ്രണ്ട് കണി കാണിക്കുന്നുണ്ട് എല്ലാവരും. നമ്മളിപ്പോ ലേറ്റ് ആയിട്ട് ലൈവ് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് കിടന്നിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എണ്ണിക്കുന്നത്. അപ്പൊ രാവിലെ ഇൻസ്റ്റ തുറക്കുമ്പോഴേ ഷെബിൻ എപ്പോഴാ വീഡിയോ ഒക്കെ ചെയ്യുന്നത്? ഞാൻ നൈറ്റ് ആണ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ലൈവ് ഞങ്ങളൊരു 10, ചിലപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ലൈവ് ലേറ്റ് ആയിട്ട് എടുത്തത്. അതായത് ഒരു 9, 10. അപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം ഒന്ന് ഫ്രീ ആവുന്ന ടൈം ഞങ്ങൾ അങ്ങനെ എടുത്തുള്ളൂ. 9, 10 ചില ടൈം മാത്രം 8 മണിക്ക് ഇടും. അങ്ങനെ ഇട്ടിട്ട് ഒരു 12 മണിക്ക് ശേഷം മാത്രമേ ഷൂട്ടിന് ഇരിക്കാറുള്ളൂ. 12 ഇരുന്ന് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 3 മണി 4 മണി വരെ ഇരിക്കും. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. 4:30 ആകുമ്പോ വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ടു. എന്നിട്ട് 7 മണിക്ക് വീഡിയോ ഇടാൻ വേണ്ടി ഇവള് രാവിലെ തന്നെ വിളിച്ചിട്ടിരിക്കും. ഉറങ്ങിയിട്ടില്ല പറഞ്ഞു വിടും. പക്ഷെ ഇവളെല്ലാ ദിവസം രാവിലെ 7 മണി അവനെ വിളിച്ച് വീഡിയോ ഇടിപ്പിക്കും. അത് 7 മണിക്ക് വിളിക്കും, വീഡിയോ ഇടാൻ വേണ്ടി എഴുന്നേക്കും. പക്ഷെ വീഡിയോ കാണത്തില്ല. 8 മണിയായാലും വീഡിയോ ഉണ്ടാവില്ല. ഞാൻ വിളിക്കാൻ തന്നെ, എടാ എനിക്ക് 7 മണിയായി. ഞാൻ പറഞ്ഞാടി ഓക്കെ ശരി ഓക്കെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യും. ഇൻസ്റ്റ ഓപ്പൺ ചെയ്യും. ഇൻസ്റ്റോട് ഞാൻ ഉറങ്ങിപ്പോ. അങ്ങനെ 1-2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അല്ലാതെ കറക്റ്റ് 7 മണി മിനിയാന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. രാവിലെ ഒരു 5-6 ഇവൻ 5 മണി വരെ ഇരുന്നു. ലാസ്റ്റ് പുള്ളി ഉറങ്ങിപ്പോയി. ഞാൻ 7-8 മണി വരെ ഇരുന്നു. എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എഡിറ്റിംഗും സ്വന്തം തന്നെ ചെയ്യുന്നത്? അതെ അതെ, നമ്മൾ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ ഞങ്ങളൊക്കെ ഉണ്ടാക്കി. ആ റൂമിലാണോ ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന? എല്ലാവർക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടല്ലേ? ഞാൻ ചിലപ്പോ ഇവന്റെ വീട്ടിലായിരിക്കും. ഫുൾ ടൈം നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ഫാമിലി നമുക്ക് ഒരുപോലെ തന്നെ. ഇന്ന് ചോദ്യം പ്രശ്നങ്ങൾ കയറിച്ചില്ല. നമ്മുടെ സ്വന്തം വീട് അങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ വീട്ടുകാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയി. ഇവന്റെ അമ്മ ഞാൻ സേവ് ചെയ്ത് മാസം മമ്മി 2 എന്ന് പറഞ്ഞു സേവ് ചെയ്തേക്കാം. കൊള്ളാലോ. ഓക്കെ, ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താ? പോഡ്കാസ്റ്റ് ആയിട്ട് പോകാനാണോ അതോ? ഞാൻ ഇപ്പൊ ഈ ഒരു ടൈമിലേക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇപ്പം ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു സെറ്റപ്പ് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ളോഗിങ്ങും ഈ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് നോക്കാമെന്നുള്ളൊരു രീതിയിൽ ഇപ്പൊ ഒന്ന് ബ്രേക്ക് എടുത്തേക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ജോബിൽ നിന്ന് റിസൈൻ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയിരുന്നത്. അപ്പോൾ കൊച്ചിയിലായിരുന്നു ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്നത്.
ഒരു 1.5 കൊല്ലം ജോബ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും കൊണ്ടുപോകാനായിട്ട് പറ്റൂല. കാരണം ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഏറ്റവും ഓഫീസിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന എഡിറ്റേഴ്സും ഡിസൈനേഴ്സും ഒക്കെ ആയിരിക്കും കറക്ഷൻസും പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക ലീവില് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് നടക്കൂല. അതുകൊണ്ട് ഞാനിപ്പോൾ ഫുള്ളായിട്ട് റിസൈൻ ഇട്ടിട്ട് ഇതിലോട്ട് ഇറങ്ങി നിൽക്കും. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതായത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആങ്കറിങ്ങും ഗസ്റ്റിനെ മൊത്തം ഒരുമിച്ചല്ലേ? ഞാൻ ആക്ച്വലി എന്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കി അറിയാം, എനിക്ക് ക്യാമറയ്ക്ക് മുമ്പ് ഇരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോ ഞാനല്ല ഇതിനകത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വീഡിയോ നമ്മുടെ അബിൻ നത്തായിട്ടും ബിബിൻ ജോർജുമായിട്ടുമായിരുന്നു ഫസ്റ്റ് വീഡിയോ ചെയ്തേക്കുന്നത്. അതപ്പോൾ വേറൊരാളെ വെച്ചായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ നത്താണ് എൻ്റെ അടുക്കൽ പറഞ്ഞ്, എനിക്ക് കുറച്ചുകൂടി ഇത് ഫ്രീഡമാണ് കേട്ടോ നത്ത് നത്താണ് എൻ്റെ അടുക്കൽ പറഞ്ഞ് നീ ഇരുന്ന് ചെയ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിൽ പിന്നെ അന്ന് തന്നെ വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പോൾ അന്ന് ഞാൻ ഇരുന്ന് ചെയ്തു. പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരു ഹോസ്റ്റിനെ കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലി എനിക്കത് എപ്പോഴും അത് പോസിബിൾ ആകണമെന്നില്ല. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഉള്ളവർ ഫ്രീ ആയിട്ട് വന്നിരിക്കും. പക്ഷെ എന്നാലും അവർക്കും അതൊരു എപ്പോഴും ഒരു ബുദ്ധിമുട്ടാകണമല്ലോ എന്ന രീതിയിൽ ഞാനും അങ്ങനെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ തന്നെ നന്നായി പോട്ടെ. പ്രണവിന്റെ പാട്ടില് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതാ എന്റെ നെഞ്ചാക നീയല് ആ പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം വ്യൂസും വന്നിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അതും ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇൻട്രോ കൊടുത്ത് പാടാവോ? ഓക്കെ, ഇൻട്രോ ഞാൻ ഹോട്ടുന്നില്ല ആക്ച്വലി. സോ ഈ പാട്ട് നിങ്ങൾ ആ ഒരാൾക്ക് അയച്ചു കൊടുക്കും. പിടയുന്നോരെന്റെ ജീവന് കിനാവു തന്ന കൺമണി നീയെങ്കിലെ പ്രകാശമില്ലേ മിഴിനീരു പെയ്തമാറിയ കിടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുത്തിരി മനം പകുത്തു നൽകിടാം ഉറുമ്പു കൊണ്ടുമൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഒരു പുഴയായി വഴിയരികെ കാത്തുനിന്നു മിഴി നിറയെ കൊള്ളാം കൊള്ളാം, നല്ല രസം ഉണ്ടായിരുന്നു. ഏത് വീഡിയോ ആണ് റീച്ച് ആയിട്ട് ആൾക്കാർ ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? ഏതായിരുന്നു? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇട്ട പാട്ട് ഞാൻ 2 മാസം മുന്നേ ഒരു ഐഫോൺ എടുത്തു. അപ്പൊ ആ സമയത്ത് ഒരു കുറച്ചിട്ടപ്പോ സാധാരണ 3000-4000 5 കിലോ ഇട്ട് തന്നെ വ്യൂസ് ആയിരുന്നു എനിക്ക് ഇത്ര നാളായിട്ട്. ആ ഇട്ടപ്പോഴേക്ക് ഒരു 10K കയറി. അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു 15K ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ശരി നമുക്കൊരു മോട്ടിവേഷൻ വരുവേ വ്യൂസ് കൂടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ടെറസിൽ നിന്ന് മറ്റേ അകലെയോ എന്നൊരു പാട്ടില്ലേ മറ്റേ ഗ്രാൻഡ് മാസ്റ്റർ മറ്റേ അകലെയോ നീ അകലെയോ ആ പാട്ട് പാടി ഞാൻ ഓഫീസിൽ കയറി. ഞാൻ രാത്രി എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. 6:30 ഞാൻ ഈവനിങ് പോസ്റ്റ് ഓഫീസിൽ കയറി. 9 മണിയായിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും സാധനം സാധാരണ 2000 എത്ര സാധനം 10000 ആയി. പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്കും 50,000 ആയി. അങ്ങനെ കയറി 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം. അത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അക്കൗണ്ട് ഒന്ന് പുഷ് ആവാൻ തുടങ്ങി. അപ്പൊ എന്ത് ഡെയിലി അന്നോട്ട് ഞാൻ ഡെയിലി ഓരോ ദിവസം പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ 2 ദിവസം തിരക്കാണെങ്കിൽ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും.
അങ്ങനെ ഡെയിലി പോസ്റ്റ് തുടങ്ങി. അങ്ങനെ ഇപ്പൊ കുറെ പാട്ടുകൾ, ഇപ്പൊ 2 പാട്ട് 1 മില്യൺ കഴിഞ്ഞ്, കുറെ പാട്ടുകൾ 5 ലക്ഷം അങ്ങനെ കയറി. പിന്നെ നിതീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, നീ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മെട്രോയിലും പബ്ലിക് ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഇരുന്നിട്ട് ആള് നമുക്ക് കത്തിച്ചേർന്നിട്ട് ക്രൗഡ് ആക്കിയിട്ട് ആള് പാട്ട് പാടും. അങ്ങനത്തെ പരിപാടി. ഞാൻ അവനൊക്കെ ചേർന്ന് നമ്മുടെ സുഭാഷ് പാർക്കിൽ ഒരു സംഭവം ചെയ്ത് പബ്ലിക് റിയാക്ഷൻ നമ്മൾ പാടും, എൻ്റെ ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യണം. അതും റീച്ചായി. സോ ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഡെയിലി കണ്ടന്റ് ഇടുന്നുണ്ട്. എൻ്റെ കുറച്ച് ആക്ച്വലി ഞാൻ ഒരു സിംഗർ ആവാനല്ല താല്പര്യം, എനിക്ക് മ്യൂസിക്, ഞാൻ എഴുതും പാട്ട്, എൻ്റെ കുറേ ഒറിജിനൽ സോങ്സ് ഉണ്ട്. അപ്പോൾ അത് ഇറക്കണം. അപ്പോൾ എനിക്കൊരു ഓഡിയൻസ് വേണം, ഇല്ലെങ്കിൽ ഇറക്കി കഴിഞ്ഞാൽ ആരും കാണാണ്ട് പോകും. സോ ഇപ്പൊ ഇൻസ്റ്റ കുറച്ച് റീച്ച് അപ്പൊ എനിക്കൊരു ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ഇൻസ്റ്റ വഴി എൻ്റെ ഒറിജിനൽ സോങ്സ് ഇറക്കി പുതിയ ആൾക്കാരോട്ട് എൻ്റെ പാട്ട് എത്തിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഒരു ഫ്യൂച്ചർ ഗോൾ ഉണ്ട് എന്തായാലും. പറ വിശേഷങ്ങൾ പറ. നീ അല്ല ചോദിക്കാലും പറയാം. ഞാൻ ചോദിക്കാം, പബ്ലിക് ചാലഞ്ച് ഒക്കെ എടുക്കാൻ പോവാറില്ലേ? ആ ടൈമില് ഏറ്റവും നെഗറ്റീവ് കിട്ടിയത് എവിടുന്നാ? കറക്റ്റ് അത് അന്ന് കറക്കി നിന്ന് ഇതാക്കി പറഞ്ഞുതരാം. അല്ല മറ്റേ കവളത്ത് പിടിച്ച അവൻ അടി കിട്ടിയോ? പിന്നെ സ്വാഭാവികം. ചുമ്മാ ജസ്റ്റ് നമ്മള് വെള്ളം ചോദിക്കുക, ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് വെള്ളം ചോദിച്ചു, ജസ്റ്റ് ഒന്ന് കവളത്ത് പിടിച്ച ചേച്ചി വെള്ളം തരാമോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ കിട്ടത്തില്ല. എവിടെന്നാ പോയി ചോദിച്ചേ? തിരുവനന്തപുരത്ത് പോയാ ഷൂട്ടിന് വേണ്ടി പോയാ. ന്യൂട്രീസിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം പബ്ലിക്കിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കാൻ പറഞ്ഞു പോയി. പക്ഷെ ന്യൂട്രീസിന്റെ അല്ലേ ചെയ്തത്, അതിൻ്റെ കൂടെ വേറെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു കണ്ടന്റ് ചെയ്യാന്ന് വെച്ച് ഞാൻ അങ്ങനെ ഒരാളെ കോപ്പി എടുത്തിട്ട്, മാസികയുടെ ഒരു കണ്ടന്റ് കോപ്പി എടുത്തിട്ട് വെള്ളം കൊണ്ടുവരുന്ന സീൻ. പിന്നെ എൻ്റെ കറക്റ്റ് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ പോയി ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു വെള്ളം തരുമെന്ന് വെച്ച് കുടിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയതാ. ഇടത്തേയും കൊണ്ടാ കിട്ടിയത് കറക്റ്റ്. ആ സ്പോട്ടിൽ ഒരു അപ്പൂപ്പനെ ഇറങ്ങി വന്നിട്ട് എന്തോ മോളെ. അതിനകത്ത് ഹൈലൈറ്റ് ഉണ്ട്, ക്യാമറ ഉണ്ടാകുമ്പോൾ പെണ്ണ് കെട്ടിപ്പിടിച്ചു. ക്യാമറ കണ്ടപ്പോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? എന്താ വീഡിയോ എടുത്തത്? എനിക്ക് ഞാൻ പറയാം, എന്റെ ഉമ്മാക്ക് ഫോൺ മേടിച്ചു കൊടുത്ത അത് വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ. ഇങ്ങനെ നീ എനിക്ക് കിട്ടിയ ഫസ്റ്റ് പേയ്മെന്റിൽ നിന്ന് ഉമ്മാക്ക ഫസ്റ്റ് ഫോൺ എടുക്കാൻ കൊടുക്കുന്നത്, അതാണ് എന്റെ ഫേവറേറ്റ് വീഡിയോ. പിന്നെ അങ്ങനെ അങ്ങനെ പാട്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഫോക്കസ്. പിന്നെ വ്ളോഗ് ഇപ്പം വ്ളോഗിങ് ആണ്, ഇപ്പൊ പബ്ലിക് ഇങ്ങനെ ഇതാക്കി വെച്ചേക്കുക. ഇനി ഏതോ ഫോക്കസ് ചെയ്യാൻ പോകുന്നേ, പാട്ടാണോ അതോ എല്ലാം കൂടെ ഒരുമിച്ചും കൊണ്ടുപോകും. എല്ലാരും കൂടെ ഒരുമിച്ച്